പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും എന്ന് പറയുമ്പോൾ നമ്മുടെ 10th ലെവലോ 12th ലെവലോ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കറണ്ട് അഫയേഴ്സിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 15 ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഇതിനകത്ത് കേരള ചരിത്രത്തിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 15 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾ നേടിയെടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കാണ്. അപ്പോൾ 7 മാർക്ക് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും സംസാരിച്ച സമയങ്ങളുണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. 2022 1.3 കിലോമീറ്റർ നീളമുള്ള തുരങ്കവും 5 അണ്ടർപാസുകളും ഉൾപ്പെടുന്ന പ്രഗതി മൈതാൻ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴി നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 അപ്പോൾ 1.3 കിലോമീറ്റർ നീളമുള്ള തുരങ്കവും 5 അണ്ടർപാസുകളും ഉൾപ്പെടുന്ന പ്രഗതി മൈതാൻ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴി നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ന്യൂഡൽഹിയാണ് ഉത്തരം കേട്ടോ. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ഈ പ്രഗതി മൈതാൻ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴി വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 1.3 കിലോമീറ്റർ നീളമുള്ള തുരങ്കവും 5 അണ്ടർപാസുകളും ഉൾപ്പെടുന്ന പ്രഗതി മൈതാൻ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് വായിച്ചേ. 2022 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രദ്ധിക്കുക, 2022 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ഇതിന് വേദിയാവുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയാണ് 2022 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2022 ലോക യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ശ്രദ്ധിക്കുക, 2022 ലോക യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്നാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കിയേ. പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഉത്തരം വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ശരി ഉത്തരം നമുക്ക് നോക്കാം. മനുഷ്യത്വത്തിനായിട്ട് യോഗ എന്നാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മനുഷ്യത്വത്തിനായിട്ട് യോഗ. ഓക്കെ, അപ്പോൾ അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരം മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നാലാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയ നദി ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയ നദി ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, കുരീപ്പുഴയാണ് കേട്ടോ. നമ്മുടെ കുരീപ്പുഴ ശ്രീകുമാരൻ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ കുരീപ്പുഴയിലാണ് എന്ത് നടക്കുന്നത്? കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുരീപ്പുഴയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നാക്കിൻ്റെ റീ അക്രഡിഷനിൽ A++ ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഇതിപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തതാണ് അല്ലേ. നാക്കിൻ്റെ റീ അക്രഡിഷനിൽ A++ ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാല ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഏതാണ്? നമ്മുടെ കേരള സർവകലാശാലയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലേ. അപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തതാണ് അല്ലേ. അപ്പോൾ നാക്കിൻ്റെ റീ അക്രഡിഷനിൽ A++ ഗ്രേഡ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ചോദിച്ചാൽ അത് നമ്മുടെ കേരള സർവകലാശാലയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തപാൽ വകുപ്പിൻ്റെ വാതിൽപ്പടി സേവനങ്ങൾ വഴി പെൻഷൻകാരിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ IPPB അടുത്തിടെ ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചു കേൾക്കുക, തപാൽ വകുപ്പിൻ്റെ വാതിൽപ്പടി സേവനങ്ങൾ വഴി പെൻഷൻകാരിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനായിട്ട് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് അടുത്തിടെ ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. അപ്പോൾ ഏതെന്നറിയാമോ? അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. നമുക്കിതിൽ കേരളമൊക്കെ എഴുതാനായിട്ട് തോന്നും, പക്ഷേ കേരളം എഴുതരുത്, തമിഴ്നാടാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ നമ്മുടെ തപാൽ വകുപ്പിൻ്റെ വാതിൽപ്പടി സേവനങ്ങൾ പെൻഷൻകാരിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനായിട്ട് നമ്മുടെ IPPB അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. ഒന്ന് വായിച്ചേ. 2022 നാഷണൽ മ്യൂസിയം ഓഫ് കസ്റ്റംസ് ആൻഡ് GST ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2022 നാഷണൽ മ്യൂസിയം ഓഫ് കസ്റ്റംസ് ആൻഡ് GST ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഗോവയാണ് കേട്ടോ. അപ്പോൾ ഗോവയിലാണ് 2022 നാഷണൽ മ്യൂസിയം ഓഫ് കസ്റ്റംസ് ആൻഡ് GST ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? നമ്മുടെ ഗോവയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2022 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന കായിക താരം ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 കോമൺവെൽത്ത് ഗെയിംസിനായിട്ടുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന കായിക താരം ആരെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഓക്കെ, ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് മെഡൽ വിന്നറായ, ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ വിന്നറായിട്ടുള്ള നീരജ് ചോപ്രയാണ് അല്ലേ, നീരജ് ചോപ്ര. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 2022 കോമൺവെൽത്ത് ഗെയിംസിനായിട്ടുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന കായിക താരം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ അത്ലറ്റിക്സിൽ, നമ്മുടെ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടുന്ന നീരജ് ചോപ്രയാണ് അല്ലേ. ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ. ശ്രദ്ധിക്കുക, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ. കുമാരനാശാൻ്റെ ഏതു രചനയിലെ വരികളാണ് ഇവ? നല്ല വരികളാണല്ലേ. അപ്പോൾ ഏത് രചനയുടേതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ദുരവസ്ഥ, ചണ്ടാലഭിഷുകി, കരുണ, നളിനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെന്നറിയാമോ? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണല്ലേ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കരുണയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കരുണയാണ്, തെറ്റിക്കരുതേ. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ. ഇത് കുമാരനാശാൻ്റെ ഏത് വരികളുടേതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ കരുണയാണെന്ന് അറിഞ്ഞിരിക്കുക. കരുണ. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 10ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. 10ാമത്തെ ചോദ്യം, ജനിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണനാക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഡേറ്റുകളും വർഷങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ ഒന്ന് നോക്കാം. നമുക്കിതിനകത്ത് നിലവിൽ ആരുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിന് കൊടുത്തിട്ടുണ്ട്, അയ്യങ്കാളി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ്റെതും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് അറിയാവുന്ന ആരുടെയൊക്കെയാണ്? നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ അറിയത്തില്ലേ? അറിയാമല്ലോ. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം, ഡേറ്റ് ഒന്ന് പറഞ്ഞേ. 1856 ആണല്ലേ. 1856. ഡേറ്റ് എപ്പോഴാണ്? ഓഗസ്റ്റ് 20 അല്ലേ. ഓഗസ്റ്റ് 20 ആണല്ലേ. ഓഗസ്റ്റ് 20 നമ്മുടെ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അയ്യങ്കാളിയുടേത് നമുക്ക് അറിയാം, സിമ്പിളാണല്ലേ. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 കേട്ടോ. ഓഗസ്റ്റ് 28 എന്ത് ചെയ്യുന്നത്? നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത് ഓഗസ്റ്റ് 28. ശ്രീനാരായണ ഗുരു ഓഗസ്റ്റ് 20 ഇത് 20 കേട്ടോ. 20. പിന്നെയുള്ളത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം ഏതാണെന്ന് അറിയാമോ? അത് 1878 കേട്ടോ. 1878 ജനുവരി 2 എപ്പോഴാണ്? 1878 ജനുവരി 2 കേട്ടോ. ജനുവരി 2 നമ്മുടെ മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. അപ്പോൾ നമുക്കിന് സംശയമുള്ളത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മാത്രമാണ് സംശയമുള്ളത്. അതിൽ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് 1873 1873 ഡിസംബർ 28 കേട്ടോ. ഡിസംബർ 28 ഈ വർഷങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ ജനിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണന ക്രമത്തിൽ എഴുതുക. അപ്പോൾ അത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് 1873 ഡിസംബർ 28 ശ്രീനാരായണ ഗുരു ആണെങ്കിൽ 1856 ഓഗസ്റ്റ് 20 നമ്മുടെ അയ്യങ്കാളി ആണെങ്കിൽ 1863 ഓഗസ്റ്റ് 28 മന്നത്ത് പത്മനാഭനാണെങ്കിൽ 1878 ജനുവരി 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ആദ്യം ജനിച്ചത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ശ്രീനാരായണ ഗുരുവാണ് ആദ്യം ജനിക്കുന്നത്. അപ്പോൾ ആദ്യം ആര് വരും? ശ്രീനാരായണ ഗുരു 2 ആദ്യം വരും. പിന്നെ രണ്ടാമത് ജനിച്ച ആരാണ്? രണ്ടാമത് ജനിച്ചത് നമ്മുടെ അയ്യങ്കാളിയാണ് അല്ലേ. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. അപ്പോൾ രണ്ടാമത് അയ്യങ്കാളി വരും. അപ്പോൾ രണ്ടാമത് ഏതാണ് വരുന്നത്? മൂന്നാമത് രണ്ടാമത് വരുന്നത്. പിന്നെ മൂന്നാമത് ജനിച്ച ആരാണ് ഇതിനകത്ത്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മൂന്നാമത് ജനിക്കുന്നത്. 1873 പിന്നെയുള്ളത് മന്നത്ത് പത്മനാഭനാണ് 1878 അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? 2, 3, 1, 4 അല്ലേ. 2, 3, 1, 4 അതാണ് ആ കാലഘടനാക്രമം. ആദ്യം ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പുറകിൽ നിന്നാണ് നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. അയ്യങ്കാളിക്ക് ശേഷം ജനിച്ചത് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിന് ശേഷം ഏറ്റവും അവസാനം ജനിച്ചതാണ് ആര്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. ഈ വർഷമൊന്നും അറിഞ്ഞില്ല എങ്കിൽ കൂടെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് അല്ലേ.
ഓക്കെ, നമുക്കടുത്ത് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരെന്നാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ശരിയുത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. AV കുട്ടിമാളു അമ്മയാണ് കേട്ടോ. AV കുട്ടിമാളു അമ്മയാണ് എന്ത് ചെയ്യുന്നത്, മദ്രാസ് നിയമസഭയിലേക്ക് 1946 എന്ത് ചെയ്യുന്നു, രണ്ടാം പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ടത് AV കുട്ടിമാളു അമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. ഗ്രാമദീപം ആരുടെ പ്രസിദ്ധീകരണമാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഗ്രാമദീപം ആരുടെ പ്രസിദ്ധീകരണമാണെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. അറിയാമോ? വളരെ സിമ്പിൾ അല്ലേ? കെ കേളപ്പൻ്റെയാണ് അല്ലേ. നമ്മുടെ കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ പ്രസിദ്ധീകരണമാണ് എന്ത്, ഗ്രാമദീപം. ഗ്രാമദീപം ആരുടെ പ്രസിദ്ധീകരണമാണ്? കെ കേളപ്പൻ്റെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജാഥയാണെന്ത്, സൗഹൃദ ജാഥ. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? 13ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എഴുതിയോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. കെ കൗസല്യാണ് അല്ലേ. കെ കൗസല്യാണ് എന്ത് ചെയ്യുന്നത്, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നടത്തുന്നത് കെ കൗസല്യാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 14ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AK ഗോപാലനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, പട്ടിണി ജാഥ നയിച്ചുകൊണ്ട് നമ്മുടെ മദ്രാസിൽ ആരെത്തി? AK ഗോപാലൻ എത്തി. അദ്ദേഹത്തിനോടൊപ്പം എന്ത് ചെയ്യുന്നു, 1 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ആരാണെന്നറിയാമോ? ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത് തെറ്റായിട്ടുള്ളൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. ഓക്കെ, ശരി ഉത്തരം നിങ്ങൾ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ആരാണ്? ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരാണ് അല്ലേ. ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ, സി കുഞ്ഞിരാമൻ നായരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AKജിയോടൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ അല്ലെങ്കിൽ സി കുഞ്ഞിരാമൻ നായരാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ 15ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുക, തെറ്റായ തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതൊന്ന് ശ്രദ്ധിച്ചേ, ബ്രിട്ടീഷുകാർക്കെതിരെ 1695 കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക, തെറ്റായിട്ടുള്ളത് മാറ്റുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഓപ്ഷൻസിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു അഞ്ചുതെങ്ങ് കലാപത്തിന് പ്രധാന കാരണം എന്ത് തന്നെയാണ്? കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തകയാണല്ലേ. കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് തന്നെയാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ വേണാട്ടിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ടകശാല തന്നെയായിരുന്നു ഏത്, അഞ്ചുതെങ്ങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ ശരിയാണ്. പക്ഷെ ഒന്നാമത്തേതൊന്ന് ശ്രദ്ധിച്ചേ, അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ വർഷം 1695 ആണോടെ? അല്ലേ 1697 ആണ് കേട്ടോ. 1697 എന്ത് നടക്കുന്നത്, അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ഇതിനകത്ത് തെറ്റായത് ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. ബാക്കി 2 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക ആര് കൈക്കലാക്കി? ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയതാണ് ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേണാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയായിരുന്നു ഏത്, നമ്മുടെ അഞ്ചുതെങ്ങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.